നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ചേച്ചി അന്ന് കാണിച്ചത് മോശമായി പോയി. അതെങ്ങനെയാ വരുണിനോടൊത്ത് പോവാൻ തോന്നിയത്? മറ്റൊരാൾ നിങ്ങളെ ഭാര്യയും ഭർത്താവും ആണെന്ന് തെറ്റിദ്ധരിക്കുമ്പോ എന്താ തിരുത്തി പറയാതിരുന്നേ? അത് നീ എന്നോട് ക്ഷമിക്കണം. എനിക്കൊരു തെറ്റുപറ്റി പോയതാ. നീ വീട്ടിലെത്തിയിട്ടുണ്ടെന്ന് കരുതിയാ നിന്നെ വിളിക്കാതിരുന്ന. പിന്നെ ഹോട്ടലിൽ കയറിയത് ഡ്രൈവ് ചെയ്തോണ്ടിരുന്നപ്പോ വരുണ് സുഖമില്ലാതായി. എന്തെങ്കിലും കഴിക്കണമെന്നും പറഞ്ഞ് വരുണ ഹോട്ടലിലേക്ക് കയറിയത്. എനിക്കൊട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിനെ ആരോടും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. വരുൺ എന്നെ ഒട്ടും ഇഷ്ടമല്ല. ഞാൻ അടുത്ത് നിൽക്കുന്നതോ എന്തെങ്കിലും പറയുന്നതോ ഒന്നും താല്പര്യമില്ല. ഞാൻ അനുഭവിക്കുന്ന അവഗണന എന്താന്ന് ചേച്ചിക്ക് അറിയോ? ശരിക്കും ഞാൻ ചെയ്യേണ്ട എന്താണെന്നറിയോ ചേച്ചിക്ക്? നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കേസ് കൊടുക്കുന്നതാ. പ്രിയങ്ക വീട്ടിൽ വന്ന് മാന്യനായി കല്യാണം ആലോചിച്ചുകൊണ്ട് വന്നിട്ട് സത്യത്തിൽ ഇപ്പൊ ഗാർഹിക പീഡനല്ലേ നടക്കുന്നത്? ആ വകുപ്പ് വെച്ച് ഞാനൊരു പരാതി കൊടുത്താലുണ്ടല്ലോ, കണിമംഗലത്തുള്ളവർ മുഴുവനും വന്ന് നിൽക്കേണ്ടി വരും. ശിക്ഷയും കിട്ടും. പ്രിയങ്ക നീ എന്താ പറയുന്നേ? അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ചിന്തിക്ക പോലും ചെയ്യരുത്. പലപ്പോഴായി ഒളിഞ്ഞും മറിഞ്ഞും വരുൺ എന്നോട് പലതും പറയുന്നുണ്ട്. അതിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായത്, താലി കെട്ടിയത് ചേച്ചിയുടെ കഴുത്തിലാണോന്ന് അയാൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോന്ന്. ആ അർത്ഥത്തിൽ വരുൺ ചേച്ചിയോട് സംസാരിക്കാറുണ്ടോ? പെരുമാറാറുണ്ടോ? പറ. ഇല്ല, വരുൺ അങ്ങനെ ഒന്നും എന്നോട് പെരുമാറിയിട്ടില്ല. നിന്നെ സ്നേഹിക്കണമെന്ന് ഞാൻ വരുണിനോട് പറയാം. അമ്മയും അച്ഛനും എപ്പോഴും പറയാറില്ലേ, സ്വപ്നം കാണുന്ന കാര്യങ്ങളൊന്നും ജീവിതത്തിൽ അതേപടി നടക്കില്ല എന്ന്. വിവാഹകാര്യം അങ്ങനെ എപ്പോഴും. ചിലപ്പോ കുറച്ചു നാള് കഴിയുമ്പോ എല്ലാം ശരിയാവും. നീ സമാധാനിക്ക. ശരി, രാവിലെ തന്നെ പോവല്ലോ അല്ലേ? പൊക്കോളാം. സത്യം ചെയ്യാതിരിക്കുകയോ അത് പാലിക്കാതിരിക്കുകയോ ചെയ്താൽ ഇന്ന് ഈ വീട്ടിൽ നിന്റെ അവസാനത്തെ ദിവസമാണ്. ഞാൻ അതിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല. സത്യം ചെയ്യടി. ഞാനിനി ഒന്നിനും തടസ്സം നിൽക്കില്ല. ഞാനൊന്നും ഇനി മനസ്സിൽ സൂക്ഷിക്കില്ല. ഞാൻ മറന്നോളാം. ഇത് സത്യം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.